നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. ഈ നല്ല സങ്കീർത്തനം ദൈവം നമുക്ക് തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഈ നല്ല സങ്കീർത്തനത്തെ ഓർത്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ ദൈവത്തെ മുഖത്തപ്പെടുത്താം. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവനാമം മുഖത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശേഷം ഇന്ന് വിശുദ്ധ ഞായറാഴ്ചയുടെ ആരാധന കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പര്യവസാന ദിവസമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസവും മറ്റ് ചില പ്രിയപ്പെട്ടവർ, ചില ദൈവദാസന്മാരൊക്കെ കടന്നു വന്നു. വളരെ അനുഗ്രഹീതമായിട്ട് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന നടക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. വിശേഷാൽ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഉപവസിച്ച വിഷയത്തിന് മേൽ ദൈവം എനിക്ക് മറുപടി തന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തുടർന്ന് ഞാൻ മറ്റ് ദൈവിക ദേശത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മറ്റുള്ള മാനസാന്തരത്തോടുള്ള ബന്ധത്തിലൊക്കെയുള്ള ദൈവിക വചനമാണ് കഴിഞ്ഞ ദിവസം. അല്ലെങ്കിൽ 2ാമത്തെ ദിവസം ഇന്നും ചിന്തിപ്പാനൊക്കെ വണ്ണം ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസപരമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. കഴിഞ്ഞ പ്രോഗ്രാമിന് നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള ഈ വർഷം ജനുവരി മുതൽ ഈ സെപ്റ്റംബർ വരെയുള്ള മാസത്തിൽ നടക്കുന്നതായ 3 ദിവസത്തെ പ്രോഗ്രാം വളരെ അനുഗ്രഹമായിട്ടാണ് അത് ദൈവം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന സമയങ്ങളിൽ കഴിഞ്ഞ ഈ മാസം നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടു ആ ഒരു കാര്യത്തിൽ. കാരണം അത് സ്തോത്രം നമുക്ക് തന്നുകൊണ്ടിരുന്ന 2 സെറ്റുകളും കേടായി. അപ്പോൾ നമ്മൾ ബാനർ അടിച്ചു, നോട്ടീസുകൾ അടിച്ചു. കർത്താവിന്റെ ബഹുമാന്യ ദേവദാസൻ തിരുവനന്തപുരത്ത് നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുന്നു. പക്ഷേ സൗണ്ട് സിസ്റ്റം നമുക്ക് ഇല്ല. നമ്മൾ അതിന് തൊട്ടുമുൻപ് പലരും നമ്മളെ പ്രാർത്ഥനയിൽ പലരോടും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാനൊരു കാര്യം ചിന്തിച്ചു. ദൈവത്താലാണ്, ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ടാണ്, ദൈവിക വചനം കേട്ടാണ്, ദൈവിക ആലോചന കേട്ടാണ് ജനുവരി മുതൽ മാസത്തിൽ നടക്കുന്നതായ 3 ദിവസത്തെ പ്രോഗ്രാമുകൾ ഇവിടെ തുടർമാനമായി നടന്നുകൊണ്ടിരുന്നത്. അത് എൻ്റെ ശാരീരികമായും സാമ്പത്തികമായിട്ടും
എല്ലാ തലത്തിലും ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാരും ധാരാളം വന്നവരുണ്ട്, വരാത്തവരുണ്ട്. എന്നാൽ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർ വന്നതായ ദിവസങ്ങളും ഈ കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ളതായ ദിവസങ്ങളും മാസങ്ങളിലുള്ള എല്ലാ ഓരോ പ്രോഗ്രാമുകളിലും ഉണ്ട്. വളരെ ധാരാളം ആൾക്കാരും വന്നിട്ടുള്ളതുമുണ്ട്. എന്നാൽ ആള് വരുന്നു ആള് വരുന്നില്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ലായിരുന്നു. ഞാൻ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വടങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ തക്കവണ്ണമിടയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഞാനത് ഹല്ലേലൂയ ഈ ആരാധനാലയത്തിന്റെ ഭിത്തിയിൽ ഞാനത് ബാനറായിട്ട് എഴുതി കെട്ടി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യമാണ്, മരണത്തെ മുഖാമുഖം കണ്ടതായ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ മഹത്വം, ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഈ വചനം ഞാൻ അതിവിടെ കൊണ്ടുകൊണ്ട് എഴുതി ഒട്ടിക്കാൻ തക്കവണ്ണം ഇവിടെയായത്. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഈ പ്രോഗ്രാമുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സഹോദരനുമായിട്ട് നോട്ടീസുകൾ ഒട്ടിക്കുന്നതിനും ബാനറിൽ ഒട്ടിക്കുന്നതിനും എൻ്റെ വണ്ടിയിൽ ഞാൻ അദ്ദേഹവുമായിട്ട് രാത്രി 10-11 മണിയാകുമ്പോൾ ഈ നടുവിൽ നിന്ന് പള്ളിമുക്ക് വഴി ചെങ്ങനാട് ഇങ്ങനെ ഒട്ടിച്ച് കടന്നു വരുമ്പോൾ ഏകദേശം 11 മണിയായി ചെങ്ങനാട് പമ്പിന്റെ ഭാഗത്ത് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഭിത്തിയുടെ ഒരു ഭിത്തിയിൽ ഈ വാനോട്ട് ഈ നോട്ടീസുകൾ ഒട്ടിച്ചു. 11 മണിയായി. ഇവിടുന്ന് കടന്നു വരുന്ന വാഹനങ്ങൾ ഈ കൊല്ലച്ചക്കോട്ട റൂട്ടായതുകൊണ്ട് വളരെ വേഗതയിലാണ് 11-10 മണി കഴിഞ്ഞാൽ കടന്നു പോകുന്നത്. സൈഡിൽ ഒട്ടിച്ചിട്ട് ബൈക്കിൽ കയറി അതിലോട്ട് ഇരുന്ന് വണ്ടി അങ്ങോട്ട് എടുക്കാൻ നേരം എൻ്റെ ബാക്കിലിരുന്ന പ്രിയ സഹോദരൻ പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തോളാം. അപ്പോൾ തന്നെ ഒരു കാറ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ റൂട്ടിലോട്ട് കടന്നു വരികയാണ്. വളരെ ഹൈ സ്പീഡിലാണ് ആ കാറ് കടന്നു വന്നു. ഇദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ കാറുകാരൻ വിചാരിച്ചു പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് എന്നുള്ള ഒരു ശ്രദ്ധയാണെന്ന് വിചാരിച്ചു. അദ്ദേഹം വളരെ ഓവർ സ്പീഡിൽ കടന്നു വന്നു. പക്ഷേ ഈ ബാക്കിലിരുന്ന ആള് എന്നോടാണ് പറഞ്ഞത് പെട്ടെന്ന് വണ്ടി എടുക്കാൻ. ഞാൻ വണ്ടി റോഡിലോട്ട് കയറ്റുന്നതിന് മുന്നമേ തന്നെ കാർ വന്ന് ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ മുൾക്കാട് പോലെയുള്ള ഇതിൽ ഇടിച്ച് ഡോറ് 14 ലക്ഷം രൂപ നല്ല വിലയുള്ള ഒരു വണ്ടിയാണ്. ഫ്രണ്ടിലത്തെ ഡോറ് പണഞ്ഞു പോകാത്തൊക്കെ വന്നവിടെയായി. പക്ഷേ ഞാന് വണ്ടി പറഞ്ഞു. ഞാൻ ഹാൻഡിൽ നിന്ന് പിടിവിട്ടില്ല. ഞാൻ എൻ്റെ കാല് രണ്ടും ഒരു അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ ഉയർന്നു. ഞാൻ പിടിവിട്ടില്ല. വണ്ടി നിരങ്ങി മറുഭാഗത്തോട്ട് കടന്നുപോയി. എൻ്റെ ബാക്കിൽ നിന്ന് കൈ കാണിച്ച ആ സഹോദരൻ വണ്ടി വന്ന് കാറ് വന്ന് ഇടിച്ചപ്പോൾ തന്നെ അദ്ദേഹം വണ്ടിയിൽ നിന്ന് തെറിച്ചത് 3 കരണം കുത്തി മറ്റൊരു ഭാഗത്ത് ചെന്ന് വീഴുവാത്തൊക്കെ ഇവിടെയായി. കൈപിടിച്ച് ഞാൻ മുകളിലോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി എൻ്റെ മുകളിലോട്ട് കയറി ഇറങ്ങി. പക്ഷേ അന്നേരം ഞാൻ ഇങ്ങനെ കൈപിടിച്ച് കാലുകൾ കിട്ടും അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ കടന്നു നീങ്ങി വണ്ടി റോഡിലേക്ക് നരങ്ങി പോവുകയാണ്. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്ന ആ സമയം എൻ്റെ ഉള്ളിൽ വന്ന ഒരു വചനമാണ് യെശയ്യാവ് 41:10-11. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ വചനം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എനിക്കത് മാത്രം അറിയാം. എല്ലാവരും പമ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഓടി ഇറങ്ങി വന്ന് നോക്കി. എല്ലാവരും വിചാരിച്ചു ഞാൻ ആ കാറിന്റെ അടിയിലായി പോയി കാണും. കാറ് ഏകദേശം 10
അടിയോളം മാറി 10-15 അടിയോളം കൊണ്ട് അങ്ങേ സൈഡിലൊക്കെ നിർത്തി. എല്ലാവരും ഓടി ഇറങ്ങി വന്ന് നോക്കി. പമ്പിൽ നിന്നവരെല്ലാം ഓടി ഇറങ്ങി വന്ന് നോക്കി. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അവരെല്ലാവരും എന്നെ നോക്കുകയും പെട്ടെന്ന് കാറുകാര് ഒക്കെ വന്ന് നോക്കിയ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചു. എല്ലാവരും വിചാരിച്ചു ഞാൻ വണ്ടിയുടെ അടിയിലായി പോയി, ഞാൻ മരിച്ചു, അവിടെ തെളിച്ചു വിടുന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ എൻ്റെ വണ്ടി ബൈക്ക് അങ്ങ് സഹിച്ചതിന് ഞാൻ വീണപ്പോൾ തന്നെ എനിക്കൊരു പോറിന് പോലും പറ്റാതെ ഞാൻ വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ്, വണ്ടിയിൽ നിന്ന് ആ സമയത്ത് കറണ്ടങ്ങ് പോയി, വണ്ടി എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ ആ വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങേ സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഓടുകയും വരികയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വണ്ടി നോക്കിയപ്പോൾ ബൈക്കിന്റെ അത് ന്യൂട്രലിൽ കിടക്കുകയാണ്. പക്ഷെ കാറിന്റെ ഡോർ പറിഞ്ഞു പോയി. ആൾക്കാരെല്ലാം വളരെ ഭീതിയിലാണ്. ഞാൻ അപ്പുറത്ത് മാറി നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് ബൈക്ക് കൊണ്ടുവന്നു. നിമിഷ നേരം കൊണ്ട് എൻ്റെ ബാക്കിലിരുന്ന ആൾക്ക് വളരെ ദുരന്തര അനർത്ഥങ്ങൾ, വലിയ അപകടമൊന്നും ഉണ്ടായില്ല, മുറിവോ ചതവൊന്നും ഉണ്ടായില്ല. പക്ഷെ നടുവിന് നട്ടലിനെന്തോ ഒരു ക്ഷതമുണ്ടായി. ഏകദേശം 2 വർഷം കൊണ്ട് പിന്നെ അദ്ദേഹം തടവാനൊക്കെ പോവുകയാണ്. വിടുതല് ഒരു സുഖം പ്രാപിപ്പാട്ടൊക്കെ വന്ന ഇവിടെയായിരുന്നു. ഞാൻ വിചാരിച്ചു വലിയ കേസാകും, വലിയ പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ സുഹൃത്ത് വന്നിട്ട് എൻ്റെ വണ്ടി ഒരു തടിക്കഷ്ണം കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ടിൽ വളഞ്ഞിരിക്കുന്ന ആ കമ്പി, മൾഗാട് പോലുള്ള കമ്പി അടിച്ചു നോത്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളാം. നിമിഷത്തിനകം ആ കാര്യങ്ങൾ സോൾവായിട്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ തന്നു. ആ സമയം എൻ്റെ ഉള്ളിൽ തന്ന വാക്യമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു. അതിലെ ആ ഒരു സാക്ഷ്യം, ആ ഒരു വചനം എന്നെ ശക്തീകരിച്ചു, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതിലെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ കടന്നു വന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ നിത്യനായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അടയാളങ്ങളുടെ ദൈവമാണ്. അവൻ വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. അവൻ നിന്നെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ ഹല്ലേലൂയ നിന്ദിച്ചാലും, ആരെല്ലാം നിന്നെ പരിഹസിച്ചാലും, ഹല്ലേലൂയ പരിഹസിക്കാതെ ഞാൻ നിന്നെ മാനിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം നിന്റെ വലങ്കൈകളിൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ സഹായത്തിനായി, ഹല്ലേലൂയ നിന്റെ രോഗസൗഖ്യത്തിനായിട്ട് അവൻ നിന്റെ അടുത്ത് കടന്നു വരുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ ആ വചനം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ വചനം എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ സൗണ്ട് ബോക്സ് കിട്ടിയില്ലേലും അവരാരും തന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന്റെ വേലയാണ്. എന്റെ ദൈവത്തിന്റെ വേലയാകയാൽ ഹല്ലേലൂയ എന്റെ ദൈവം അതിനെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞായറാഴ്ചയാണ് മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടും ഒരു സൗണ്ട് ബോക്സ്, ഇതിന്റെ ഒരു സിസ്റ്റത്തിന്റെ അനുഭവം എനിക്ക് ലഭിച്ചില്ല. അല്പം കഴിഞ്ഞ എഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ മഹത്വം, ഒരു പ്രിയ സഹോദരനെ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ ഇന്നതുപോലെ ഒരു കാര്യമുണ്ടോ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി ഹല്ലേലൂയ. അതാണ് ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മുടെ ചർച്ചയിൽ ഇരിക്കുന്ന സംഭവിച്ചത്. ഇനിയും ആരോട് കണക്ക് പറയണ്ട. ദൈവം തന്നതിന് ആരോട് കണക്ക് പറയണ്ട. ഹല്ലേലൂയ. ദൈവം തന്നതിനോട് ആരോട് കണക്ക് പറയണ്ട. ആരും അത് എടുത്തുകൊണ്ട് പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യന് സഹായിക്കുന്നത് സഹായമാണ്, കൊടുക്കുന്നത് കൊടുപ്പാണ്. മറ്റാരും അത് എടുത്തു കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം ആരെയും ഭയപ്പെടും. ഹല്ലേലൂയ. ലോകത്തുള്ളവരെല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞാലും, ഹല്ലേലൂയ, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഉപേക്ഷിച്ചാലും,
നമ്മുടെ സഹോദരങ്ങൾ നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ കലം പിടിക്കുന്നതെങ്കിൽ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും പ്രിയരെ തള്ളിക്കളയട്ടെ. നിന്നെ നടത്തുവാൻ, അന്ത്യത്തോളം നിന്നെ നടത്തുവാൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്റെ പേര് വിളിച്ച തക്ക സമയമായപ്പോൾ ഈ ഭൂമിയിലേക്ക് നീ കടന്നു വന്ന ഇന്നയോളം നിന്നെ നടത്തിയ ദൈവം ഇനിയും നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അന്ത്യത്തോളം നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വലിയ അനുഗ്രഹീതന ഹല്ലേലൂയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മെ കൈവിടാതെ നമ്മെ നടത്തും. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ എനിക്കതിന്റെ ഭാരമില്ല. ഹല്ലേലൂയ. ശത്രുവായവൻ എന്നെ തകർക്കാൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, വ്യക്തിപരമായി മാനുഷ്യമായ മുഖങ്ങൾ എന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ, എന്നെ നിന്ദിക്കുവാൻ നോക്കുമ്പോൾ, എന്നെ പരിഹസിക്കുവാൻ നോക്കുമ്പോൾ, എത്രമാത്രം എന്നെ അവൻ കഷ്ടപ്പെടുത്തുന്നു, അതിന്റെ 10 മടങ്ങ് എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ മാനിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കാര്യം മാത്രമല്ല, ഇന്ന് പുലർക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ എവിടെയായിരുന്നാലും, ഹല്ലേലൂയ, നീ എവിടെയിരുന്നത് കേൾക്കുന്നതെങ്കിലും എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. അവൻ നിന്നെ നടത്തുന്നുണ്ട്. അവൻ നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ വാക്ക്. ഹല്ലേലൂയ. മനുഷ്യന്റെ സമാധാനമല്ല ദൈവം തരുന്ന സമാധാനം. മറിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് സമാധാനം തരുമോ അത് നിത്യ സമാധാനമായിരിക്കും. അത് ആർക്കും എടുത്തു കളയാൻ കഴിയുന്ന സമാധാനമല്ലേ. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 117 സങ്കീർത്തനം 2 വാക്യമേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം മാനുഷിക മുഖം കൊണ്ട് നോക്കിയാൽ, കണ്ടുകൊണ്ട് നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ ഏറ്റവും ചെറുതാണെന്ന് തോന്നും. പക്ഷേ ഈ സങ്കീർത്തനം, ഈ ദൈവവചന, ഈ സത്യവേദ പുസ്തകത്തില് ഏറ്റവും വലിയ ആത്മപ്രവൃത്തിയുടേതായ വചനമാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 117 സങ്കീർത്തനം ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ 118 സങ്കീർത്തനം ഹല്ലേലൂയ ഈ ബൈബിളിലെ മധ്യ സങ്കീർത്തന ഭാഗമാണ്. എന്നാൽ 119 സങ്കീർത്തനം ഈ ബൈബിളിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ ക്രമീകരണം ഒന്ന് നോക്കി. ദൈവവചനത്തിൽ ഈ ദൈവിക വചനം ക്രോഡീകരിച്ച, അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു ആത്മീയ അനുഭവം ഒന്ന് നോക്കിയേ. ഏറ്റവും ചെറിയ സങ്കീർത്തനത്തോട് ചേർന്ന് ഏറ്റവും മധ്യസ്ഥനായ ഒരു സങ്കീർത്തനം, ഏറ്റവും വലിയ സങ്കീർത്തനം തൊട്ടടുത്ത്, ഹല്ലേലൂയ, ചെറുതിനെയും വലുതിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ നായകനായ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, യോഹന്നാൻ സുവിശേഷം 1:1 പറയുന്നു, ഹല്ലേലൂയ, വചനം ദൈവമാണ്, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ കൃപയും സത്യവും ഉള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് യേശുവാണ്. യേശുവാകുന്ന വചനം ചെറുതിനെയും വലുതിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ ദൈവ വചനത്തിൽ അവൻ ഉയർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങളിൽ പോലും എന്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്ലാൻ എത്ര വലുതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തെ മനുഷ്യൻ ചെറിയവരെ തള്ളിക്കളയുമ്പോൾ, ജാതിയുടെയും മതത്തിന്റെയും പണത്തിന്റെയും പേരിൽ, കറുപ്പിന്റെയും പേരിൽ ഹല്ലേലൂയ തള്ളി മാറ്റി നിർത്തുമ്പോൾ, ദരിദ്രനെ തള്ളി മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം പറയും, അങ്ങനെയല്ല, ചെറുതിനെയും വലുതിനെയും ഒരേപോലെ ഒരേ കണ്ണിൽ നോക്കുന്ന ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ഒരു സത്യദൈവമുണ്ടെങ്കിൽ അത് യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ.
പലർക്കും ദരിദ്രരായവരെ, പലർക്കും പാവപ്പെട്ടവരെ, പലർക്കും കറുത്തവരെ, പലരും ചെറിയ ഭവനമുള്ളവരെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുമല്ല, ഞാൻ ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ചെരുപ്പ് കുത്തിയെ ലോകത്തിന്റെ ഉന്നതമായ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ അവൻ തെരഞ്ഞെടുത്ത ദൈവമാണ്. ദാവീദിനെ രാജാവാക്കി. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. ഏറ്റവും ഉന്നത കുലജാതനായ ഹല്ലേലൂയ സ്തോത്രം പൗലോസിനെ ദൈവം ഏറ്റവും താഴ്ത്ത തലത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി. മീൻപിടുത്തക്കാരനായ പത്രോസിനെ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിൽ നിർത്തി ദൈവത്തിന് മഹത്വം. കാട്ടത്തിപ്പുഴ പറക്കിക്കൊണ്ട് നടന്ന ആമോസിനെ ലോകരാജ്യത്തിന്റെ മധ്യത്തിൽ നിർത്തി ശക്തനായ പ്രവാചകനായി നിർത്തുവാൻ തക്കവണ്ണമിടയായി. എന്റെ ദൈവം എത്ര വലിയവനാണ്! ജാതിയും മതവും ഭേദവും വർഗവും കൊണ്ടവും മനുഷ്യൻ നോക്കുമ്പോൾ, മറ്റിതര ദൈവങ്ങളെന്ന് നോക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, ഒരാൾ ദൈവത്തിന്റെ നാഭിയിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, ഒരാൾ പാദങ്ങളിൽ നിന്ന് വെളിപ്പെടും. പാദങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തുന്ന അടിമയായി മാറ്റുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം, മറിച്ച് ദരിദ്രനെ കുപ്പിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. അവൻ അത്ഭുതവാനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നീ സത്യമായ ഒരു ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ യഥാർത്ഥമായ ദൈവം, സത്യവാനായ ദൈവം അത് യേശു മാത്രമാണ്. ദൈവത്തിന് മഹത്വം. ആ സത്യദൈവത്തെ നീ അന്വേഷിക്കുന്നുവോ, അത് യേശുവിനെ നീ കണ്ടെത്തും. ആരൊക്കെ ഈ സത്യമായ ദൈവത്തെ തകർക്കുവാൻ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഏതെല്ലാം വ്യക്തി ജീവിതങ്ങൾ ഈ ബൈബിളിനെ ചുട്ടുകളഞ്ഞിട്ടുണ്ടോ അവരെല്ലാം പിന്നെ പേരിൽ ബൈബിളിനെ കെട്ടിപ്പിടിച്ച ഉറങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ദൈവഭക്തനായ, ദൈവാത്മാവിൽ നിറവുള്ളവനായ ദാവീദിനെ കൊന്നുകളഞ്ഞ